കോൺഗ്രസിന് ഈ കേസിന്റെ തുടക്കത്തിൽ കിട്ടിയിരുന്ന ഒരു 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 അഭിനന്ദനമുണ്ട്. നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്തുകൊണ്ട് ഈ പാർട്ടി വളരെ വേഗത്തിൽ നടപടിയെടുത്ത ഒരു പാർട്ടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ പ്രതികരിക്കുമ്പോൾ ഇവിടെ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടിയിൽ നടപടിയെടുക്കാത്ത ഒരു പാർട്ടി സെക്രട്ടറി കൂടി ഇന്നുകൂടി പ്രതികരിക്കുന്നുണ്ട്. അത് എന്താണ് ഇപ്പോഴും അതിൽ തീരുമാനമെടുക്കാൻ ആയിട്ടില്ല. മുഴുവൻ വരട്ടെ, അത് പാകമാകട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുള്ള സമയം അവർ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറി ഇതിലേക്ക് വിഷയം വരുന്നത് ഇത്ര രൂപത്തിൽ പാർട്ടി അക്കാര്യത്തിൽ ഒരു ശക്തമായ നിലപാടെടുത്തു കഴിഞ്ഞാൽ അതിന്മേൽ അങ്ങനെ ചർച്ചയുണ്ടാകില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോലീസ് പോകുന്ന അത് ചർച്ച ചെയ്യുമെന്നല്ലാതെ നേതൃത്വത്തിനെതിരെ അങ്ങനെ ഒരു വിമർശനം ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വിമർശനം വരുന്നത് എന്തുകൊണ്ടാണ്? നേതൃത്വത്തിന്റെ നിയന്ത്രണത്തിലല്ല ഈ പറയുന്ന സൈബർ കൂട്ടം എന്ന് മാത്രമല്ല ചില നേതാക്കളും എന്നുള്ളതാണ്. അപ്പോൾ ഈ അടുത്തിടെ കോൺഗ്രസിലേക്ക് വന്ന് നിലപാട് മാറി വന്നു എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് പോലും നിലപാട് മാറിയിട്ടുണ്ടോ എന്ന് പാർട്ടി പരിശോധിക്കേണ്ടതാണ്. പാർട്ടി ഈ തരത്തിൽ ഈ ക്രിമിനൽ നടപടിയെടുത്തിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ കൊടുക്കുന്ന നേതാക്കളോട് വിശദീകരണം തേടിയിട്ടുണ്ടോ? ഇതുവരെ വിശദീകരണം തേടിയതായി KPCC അധ്യക്ഷൻ വിശദീകരണം തേടിയത് നമ്മുടെ മുന്നിലില്ല അല്ലേ? ഈ സഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് കൂടെ വന്ന യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ ഒരു നടപടിയെടുത്തു ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. ആ ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് കൂടെ ഏതെങ്കിലും യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളുണ്ടോ എന്നതാണ് അടുത്ത ചോദ്യം. അപ്പോൾ പിടിയിലാകുമ്പോൾ രാഹുൽ മാങ്കൂട്ടൻ ഒറ്റയ്ക്കാണോ വരിക, അതോ കൂടെ മറ്റാരെങ്കിലും ഉണ്ടാകുമോ എന്ന് ഇല്ല. സഹായമൊക്കെ കൃത്യമായി ലഭിക്കുന്നുണ്ട്. അത് ഏത് കേന്ദ്രത്തിൽ നിന്ന് എന്നുള്ള കാര്യം കൂടി ഇതിനകം പുറത്തു വരുമെന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസ് ആണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. കൂട്ടാക്രമണമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അതിൽ നമുക്കും ഒരു തർക്കമില്ല അല്ലേ? 3 പേരും ഒരേ അഭിപ്രായമാണ്. യെസ് എന്നാണ് 3.